ഹലോ, അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ ജർമ്മനി പോകുന്നൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എയർ ഇന്ത്യയാണ് ബുക്ക് ചെയ്തിരുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു പേസ്ട്രി ആൻഡ് ഒരു ചെറിയ ഒരു ചിക്കൻ കറി ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു ഇത്. അങ്ങനെ പിന്നെ ഒരു ചെറിയ ഡ്രിങ്ക്സ്, പിന്നെ അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിയിലെത്തി. അപ്പോൾ അങ്ങനെ ഞാൻ ടെർമിനൽ 1 എത്തിയത്. ടെർമിനലിലേക്ക് 3 പോകാമെന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം എൻ്റെ കയ്യിലും ഹാൻഡ് ബാഗ് ആണെങ്കിലും നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിപ്പം വീണ്ടും ബോർഡ് ചെയ്ത് പോവാണ്. ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ നിന്ന് ഗേറ്റ് നമ്പർ 13 വരെ. അത് കുറച്ചൊരു എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നടന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി. അപ്പോൾ വിസ്താര, അപ്പോൾ അതിൽ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തിരുന്നെന്നുണ്ടെങ്കിലും അത് അത്രയും ഒരു വിസിബിളായിട്ടുള്ളതോ അങ്ങനെ ഒരു ക്ലിയർ വിൻഡോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ അതൊരു 2:33 ടൈമിലായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ സണ്ണൊക്കെ കാണാം, ഒരു പേർപ്പിൾ ഷെയ്ഡിലൊക്കെ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഒരു 5 ഒക്കെ ടൈമിൽ തന്നിട്ടുള്ളൊരു എക്രോസോ ആൻഡ് ടീ ആണിപ്പോൾ കണ്ടത്. എൻ്റെ തൊട്ടടുത്ത സീറ്റ് ഫ്രീ ആയിരുന്നു. അത് കാരണം നമ്മൾ കുറച്ചൊരു ലിഷറായിരുന്നു, എനിക്കാണെങ്കിലും കോമ്പാസഞ്ചറിനാണെങ്കിലും. അങ്ങനെ കുറച്ചൊന്ന് ഒരു മോർണിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ലൊക്കേഷൻ നോക്കിയാൽ ഒന്നും ഇരിക്കും, എവിടെയാണെന്നറിയില്ല. സമയർ നിയർ ടർക്കി ഒരു ഭാഗം തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും പേസ്ട്രി അങ്ങനെയുള്ള കുറച്ചൊരു മോർണിംഗ് ഡിഷ് തന്നു. കുറേ നാൾക്ക് ശേഷം ഡങ്കൽ കാണുന്നത് വിചാരിച്ച് ഞാൻ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് കഴിച്ചത്. മുഴുവനായിട്ടൊന്നും ആ ഒരു കോണൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എങ്കിലും ഓവറോൾ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും വിസിബിൾ ആയിരുന്നില്ല, നല്ല ഒരു ഉയരത്തിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലൗഡ്സിൻ്റെ മുകളിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ലാൻഡ് ചെയ്യുന്നതാണ്. ഞാൻ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് എടുത്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഹാനോവർ എൻ്റെ സിസ്റ്റർ നിൽക്കുന്ന അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു അവളെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, ഇതാണ് ഞാൻ വന്ന ഫ്ലൈറ്റ്. അപ്പം അതിന് ശേഷം ചിക്കൻ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവൾ കാണാനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മുഖത്ത് കാണാം. അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, ഒരു വേറെ ഒരു ഫാമിലിയിൽ നമ്മൾ മീറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പെട്ടെന്നുള്ള ഒരു ഇതിലേക്കല്ല, നമ്മൾക്ക് അവളുടെ അടുത്തേക്കാണ് പോകുന്നതെന്നുള്ള എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇങ്ങനെ അവിടെ ചെയ്ത് നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്കാവുമ്പോൾ അതുപോലെ അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് അടുത്ത ട്രെയിനിന് സമയം. അപ്പോൾ നമ്മൾ തൽക്കാലം ബർഗർ കിങ് കയറി. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ നല്ല എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ഹാംബർഗറിനെ കുറിച്ച് കേട്ടുന്നപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് വളരെ പണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മളപ്പോൾ അത് അവിടെ നമ്മൾ ആ ഒരു ഹോം ടൗണിൽ തന്നെ കഴിക്കുന്നു എന്നുള്ള എൻ്റെ ആ ഒരു സന്തോഷമാണ് ഇതിൽ എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഭയങ്കര ഡാർക്കായി, ഒരുപാട് ടൈം ആയിട്ടില്ലെങ്കിലും വിൻ്റർ ആയതുകൊണ്ട്. അത് കഴിഞ്ഞൊരു വീണ്ടും ഒരു ട്രെയിൻ കണക്ഷൻ ഉണ്ടായിരുന്നു. ഹാനോവറാണ് എൻ്റെ സിസ്റ്റർ നിൽക്കുന്നത്, അപ്പോൾ അവിടേക്ക്. അപ്പോൾ അതാണ് ഇപ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ടിപ്പിക്കൽ യൂറോപ്യൻ വ്യൂസാണ്, പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വിൻഡോ അല്ല കിട്ടിയിരുന്നത്. ഒരു സൺസെറ്റൊക്കെ ആയിരുന്നുണ്ട്, ഫുൾ ഡാർക്ക്. പിന്നെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങിയിരുന്നു. അതൊരു ചെറിയ സ്റ്റോപ്പാണ്, ഒരു വണ്ടി കയറിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തും. അങ്ങനെ ഇതാ ഞങ്ങളവിടെ ഇറങ്ങി. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഷോർട്ട് ട്രെയിൻ എന്ന് പറയില്ല, അത് കയറി ഇറങ്ങി വന്ന് അവിടെയാണ് നമ്മൾ അക്കോമഡേഷൻ. അപ്പോൾ ഇതാണ് ഹാനോവറിൻ്റെ ആ ഒരു സ്റ്റേഷൻ, നിയറസ്റ്റ് സ്റ്റേഷൻ. ബൈ.